ഹലോ, നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് POI സ്വിച്ചുകളാണ്. IP ക്യാമറകൾക്ക് കൊടുക്കുന്ന സ്വിച്ചാണ് POI സ്വിച്ച്, അതായത് പവർ ഓവർ ഈതർനെറ്റ്. ഡേറ്റ മാത്രമല്ല, നമുക്ക് പവറും കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ചുകളാണ് POI സ്വിച്ച്. അപ്പോൾ നമ്മൾ POI സ്വിച്ചുകൾ ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. നമ്മുടെ സിസ്റ്റത്തിന് എത്ര ബാൻഡ് വിഡ്ത്ത് വരുന്നുണ്ട് എന്നുള്ള ഇത് നോക്കിയിട്ട്, അതേപോലെ നമ്മുടെ ക്യാമറകളുടെ പവർ നോക്കിയിട്ട് ഒരു പവർ ബജറ്റ്. അപ്പോൾ ഓരോ സ്വിച്ചുകളും 10/100 സ്വിച്ച് വരുന്നുണ്ട്, ഗിഗാബിറ്റ് സ്വിച്ച് വരുന്നുണ്ട്. അപ്പോൾ 100 Mbps മേലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഗിഗാബിറ്റ് സ്വിച്ച് യൂസ് ചെയ്യണം. 100 അല്ല, നമുക്ക് റിസർവ് ചെയ്തിട്ടൊരു 75 Mbps ഒക്കെ മേലൊക്കെ പോവുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ഗിഗാബിറ്റ് സ്വിച്ച് ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതേപോലെ നമ്മളെ സിസ്റ്റത്തിന് ക്യാമറകൾക്ക് എത്ര പവർ എടുക്കുന്നുണ്ട്, അപ്പോൾ ആ പവർ ബഡ്ജറ്റ്, ഇപ്പോൾ ഒരു ക്യാമറ 6 വാട്ട്, മറ്റേ ക്യാമറ 8 വാട്ട്സ്, ഇപ്പോൾ നോക്കിയിട്ട് ഒരു POI സ്വിച്ചിനും ഒരു പവർ ബഡ്ജറ്റ് ഉണ്ടാവും. അപ്പോൾ ആ പവറിനെക്കാട്ടും ടോട്ടൽ പവറിനെക്കാട്ടും കുറഞ്ഞിട്ടുള്ള സ്വിച്ചുകൾ നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഒരു സ്വിച്ച് പരിചയപ്പെടുത്തരാം. ഇത് ഹൈക്വിഷൻ എന്നുള്ള ബ്രാൻഡിൻ്റെ ഗിഗാബിറ്റ് അൺമാനേജ്ഡ് POI സ്വിച്ച് വാല്യൂ സീരീസ് ആണ്. അൺമാനേജ്ഡും ഉണ്ട്, മാനേജ്ഡും ഉണ്ട്. പോർട്ടുകൾ നമുക്ക് മാനേജ് ചെയ്യാം. ഇത് അൺമാനേജ്ഡ് ആണ്. ഇതിൽ 8 POI പോർട്ട്സ് ഉണ്ടാവും. 1 2 3 4 5 6 7 8 പോർട്ട്സ്. ഇതൊരു അപ്ലിങ്ക് പോർട്ടാണ്. ഇതിൽ നമുക്ക് പവർ ഇല്ല. ജസ്റ്റ് ഇതിലെടുത്തിട്ട് NVRക്ക് അല്ലെങ്കിൽ സ്വിച്ചിക്ക് നമ്മൾ വേറെ സ്വിച്ചിക്കെല്ലാം മോഡത്തിക്ക് കണക്ട് ചെയ്യും എന്നാണ്. പിന്നെ ഒരു അപ്ലിങ്ക് പോർട്ട് ഉണ്ട്, SFP, അതായത് ഇത് ഫൈബർ ഒപ്റ്റിക്സ് കൊടുക്കാനുള്ള പോർട്ടാണ്. അപ്പോൾ ഈ ഒരു സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ താഴെയുള്ള സ്വിച്ച് എന്ന് പറഞ്ഞാൽ 10/100, അതായത് നോർമൽ സ്വിച്ചാണ്. ഇതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്, എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള ഇതുണ്ട്. ഓക്കെ, പിന്നെ ഈ അപ്ലിങ്ക് പോർട്ടിൽ എന്താ കൊടുക്കേണ്ടത്, POI പോർട്ടിൽ എന്താ കൊടുക്കേണ്ടത്, കാര്യങ്ങളൊക്കെ ഇതിൽ. ഇത് മെറ്റൽ ബോഡിയാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. ഓക്കെ.